ഒരു തടഞ്ഞ് നേരെ പിടി ഈസി ആയിട്ട് നമുക്ക് പിടിക്കാം. അപ്പോൾ ഈ തിരിച്ചു കഴിഞ്ഞാൽ ഈ കത്തി ഊരി വരും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കത്തിക്ക് ഒരു കുത്ത് വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ തടഞ്ഞ് ലോക്ക് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ്. നമുക്ക് ഏത് രീതിയിലാണ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അറിയാം. നമുക്ക് അവർ കത്തി പിടിച്ചിരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏത് രീതിയിലായിരിക്കും കുത്ത് വരുന്നതെന്ന്. അതായത് ഈ രീതിയിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം കത്തിയുടെ വരവ് ഇങ്ങനെയും അല്ലെങ്കിൽ ഇങ്ങനെയും ആയിരിക്കും എന്നുള്ളത് മനസ്സിലാകും. ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ താഴേന്ന് മേലോട്ടായിരിക്കും. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, കത്തിയുമായി നിൽക്കുന്ന വ്യക്തിയുടെ മൂവ്മെൻറ്റ്, കൈയുടെ ചലനം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അയാൾ ഏത് രീതിയിലായിരിക്കും അറ്റാക്ക് ചെയ്യാൻ പറ്റും. നേരെ കയറി പിടിക്കുക. ഈ പിടുത്തത്തിനൊപ്പം തന്നെ നമ്മൾ നേരെ കൈയെടുത്ത് തിരിക്കുകയാണ്. ഈ രീതിയിൽ നേരെ കയറി പിടുത്തത്തിനൊപ്പം നേരെ കയറി നമ്മൾ നേരെ പിടിച്ച് താത്തുവാണ്. ഒരു തടഞ്ഞ് നേരെ പിടി ഈസി ആയിട്ട് നമുക്ക് പിടിക്കാം. ഈ രീതിയിൽ പിടിച്ചിട്ട് നമുക്ക് കൈ മാക്സിമം കയറ്റിയതേ ഷോൾഡറിൽ പിടിച്ചാൽ മതി. ഷോൾഡറിൽ പിടിച്ച് തിരിച്ചു കഴിഞ്ഞാൽ കത്തി ഊരി വരും. നമ്മൾ തട ചെയ്യുന്നതിനൊപ്പം തന്നെ ഒരു അറ്റാക്ക് കൂടെ പോകുന്നുണ്ട്. ഓക്കെ, നേരെ ഒറ്റ കുത്താണ്, നേരെ കൈമുട്ടിന് നെഞ്ചിനുള്ള കുത്താണ്. മനസ്സിലായോ? തടയും കുത്തും കൂടെ ഒരുമിച്ചാണ് ചെയ്യുന്നത്. നേരെ കയറി കുത്തി ഇവിടെ നേരെ കത്തി താത്തുവാണ് ചെയ്യുന്നത്. താത്തി നേരെ കൈ കയറ്റി പിടിക്കുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ പിടിച്ചിട്ട് നേരെ കൈ അങ്ങോട്ട് പിടിച്ച് തിരിച്ചാൽ മതി. നല്ല പെയിൻ ആയിരിക്കും, കത്തി താഴെ പോകും. നമുക്ക് ഈസി ആയിട്ട് കത്തി ഇവിടുന്ന് ഈ രീതിയിൽ പിടിച്ചു വാങ്ങിക്കാം. നേരെ പിടിക്കുക ഇങ്ങനെ. മനസ്സിലായോ? ശത്രുവിൻ്റെ ആയുധം നമുക്ക് തന്നെ തിരിച്ച് മേടിക്കാം. ഇവിടെ പിടിച്ച് തിരിച്ചാൽ മതി.